RSS പ്രവർത്തകർ കൊലപ്പെടുത്തിയ CV ധൻരാജ് അനുസ്മരണ യോഗം കണ്ണൂരിൽ നടന്നു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. RSS പ്രവർത്തകർ വെട്ടിക്കൊന്ന പയ്യന്നൂർ കുന്നരുവിലെ CV ധൻരാജിന്റെ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ധൻരാജ് അന്ത്യവിശ്രമം കൊള്ളുന്ന കാരന്താട്ട് പാർട്ടി പതാക ഉയർത്തി. വൈകിട്ട് 4 മണിയോടെ കുന്നരുവിനെ ചുവപ്പണിയിച്ച് വാളണ്ടിയർ മാർച്ചും വൻ ബഹുജന പ്രകടനവും നടന്നു. കാരന്താട് നടന്ന അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. RSS ഇപ്പോഴും ആക്രമണം തുടരുകയാണെന്നും സമാധാന വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിക്കപ്പെടുകയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരിയിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയെ സഖാവിനെ നിഷ്ഠൂരമായി ആക്രമിച്ച് ജീവച്ഛവമായി ഇന്ന് കോഴിക്കോട് ആശുപത്രിയിൽ കഴിയുകയാണ്. അക്രമം അവർ നിർത്തിയിട്ടില്ല. ഇത്തരം സംഭവങ്ങൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താനാണ്. CPM പ്രവർത്തകന്മാർ ആക്രമിക്കപ്പെടുമ്പോൾ മതന്യൂനപക്ഷങ്ങൾ ഭയമുണ്ടാക്കുക. മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താനാണ് പാർട്ടി ഓഫീസുകൾക്കും പാർട്ടി പ്രവർത്തകർക്കും നേരെ ആക്രമണം നടത്തുന്നതെന്നും ചെന്നിത്തലയും കുമ്മനവും ഒരേ കാര്യം പറയുന്നുവെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. അങ്ങനെ മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, ഇതാണ് RSS ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്ന തന്ത്രം. CPM ശക്തിയില്ലാത്തൊരു പ്രസ്ഥാനമായി മാറിയാൽ മതന്യൂനപക്ഷങ്ങളെ അതിവേഗം ഭയപ്പെടുത്തി തങ്ങളുടെ കൂടെ നിർത്താൻ കഴിയും എന്നാണ് RSS കണക്കൂട്ടുന്നത്. തുടർച്ചയായി സമാധാന യോഗത്തിന്റെ തീരുമാനങ്ങളെ RSS ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. CPIM നേതാക്കൾ P. ജയരാജൻ, TI മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.